നമസ്കാരം. പല വിഷയങ്ങളും ഞാനുണ്ടിവിടെ ചോദിക്കാമെന്ന പരിപാടിയിലൂടെ നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പലതും പ്രാദേശികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് പേരെ ബാധിക്കുന്ന പ്രാദേശിക വികസന പ്രശ്നങ്ങൾ അടക്കമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്കുറി പറയുന്നത് എറണാകുളത്തെ ഇരുമനത്തെ ട്രാക്കോ കേബിളിൽ ഈയിടെയുണ്ടായ ഒരു ആത്മഹത്യയും അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ പ്രതിസന്ധിയുമെല്ലാമാണ്. പി ഉണ്ണി എന്ന ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. 15 മാസത്തോളമായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒട്ടനവധി കുടുംബങ്ങൾ, അവരുടെ എല്ലാം തന്നെ ഒരു പ്രതിനിധിയാണ് ഉണ്ണി. ആ ജീവിത വിഷമങ്ങൾ, ആ സാമ്പത്തിക പ്രതിസന്ധികളിൽ മനം നൊന്ത് മറ്റു വഴികളില്ലാതെയാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്ന് സഹപ്രവർത്തകർ പറയുന്നു. ട്രാക്കോ കേബിളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് ഞാനുണ്ടിവിടെ ചോദിക്കാം. എന്താണ് അവരുടെ പ്രതിസന്ധി, എന്താണതിൽ പോംവഴി, സർക്കാർ അവകാശവാദങ്ങൾ മുഴക്കുമ്പോഴും ട്രാക്കോ കേബിളിൽ എന്ത് നടക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം. കമ്പനി കൊണ്ടാണ് പുള്ളി ജീവിക്കുന്നതെന്നുള്ളതാണ് നമ്മളുടെ അറിവ്. ഇപ്പോൾ മന്ത്രി പറഞ്ഞതനുസരിച്ച് അയാളുടെ കുടുംബത്തിൽ ആസ്തി ഉണ്ടെന്നുള്ള രീതിയും ഭാര്യയ്ക്ക് ജോലി ഉണ്ടെന്നുള്ളതാണ് മന്ത്രി നിസ്സാരമായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ മന്ത്രി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരു കുടുംബം കൂടിയാണ്. ഈ കമ്പനിയിൽ കൊണ്ട് നിലനിന്ന് പോകുന്നു എന്നുള്ള രീതിയിലെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ ഇടപാടുകളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഇടപാട് ഈ ശമ്പളം കിട്ടുമ്പോഴായിരുന്നു. അതും മുടങ്ങി. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലുള്ള ചിലവിനുള്ള കാശ് വരെ ഭാര്യ കൊടുക്കേണ്ട സ്ഥിതിയിലാണ്. അതൊക്കെ മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ഓരോ ജീവനക്കാരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെയൊക്കെ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു? എല്ലാവരും ഏതാണ്ട് ഒരു 70% പേരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അതായത് ദൈനംദിനമായി ഇവിടെ ജോലിക്ക് പോലും വരാൻ പറ്റുന്ന അവസ്ഥയിലുള്ളവരല്ല. വന്നാൽ തന്നെ ക്യാൻറ്റീൻ പൂട്ടിയേക്കുന്ന കാരണം ഭക്ഷണ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വരുന്ന യാത്രാ ചെലവ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊണ്ടുവരണം. മിനിമം ഇപ്പോൾ ഞാൻ ജോലിക്ക് വരികയാണെങ്കിൽ ഒരു ദിവസം 150 രൂപ പെട്രോൾ ചെലവും 150 രൂപ ഭക്ഷണത്തിൻ്റെ ചിലവും വരും. അതാണ് 300 രൂപ ഒരു ദിവസത്തെ ചിലവാണ്. അങ്ങനെ 30 ദിവസം ജോലിക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ല 9,000 രൂപയുള്ള ചിലവ് വരും. അതേസമയം അതിപ്പോൾ 1,500 വന്ന് ജോലിക്ക് കയറുള്ളൂ. 1,500 ആകുമ്പോൾ നമുക്കൊരു 4,500 ചിലവാണ്. ഈ 4,500 പോലും ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ല. ശമ്പളം എന്ന നിലയിൽ 30,000 രൂപയ്ക്കും 40,000 ഇടയ്ക്ക് എനിക്ക് ശമ്പളമുള്ള ആളാണ്. പക്ഷേ ഈ ശമ്പളം കഴിഞ്ഞ സെപ്റ്റംബർ 2022 മുതൽ ശമ്പളം കൃത്യമായി തരാതെ അയക്കണം. അതിനു മുമ്പ് വരെ നല്ല നിലയിൽ 200 കോടി ടേൺ ഓവർ പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ്. പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. എല്ലാം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. അതായത് വ്യവസായ വകുപ്പിൻ്റെ താല്പര്യക്കുറവും ഈ സ്ഥാപനം നിലനിർത്തിക്കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. വീട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ ജോലിക്ക് വരുന്നതുകൊണ്ട് കടം മാത്രം ഉണ്ടാവുന്നുള്ളൂ. കടം മാത്രമേ ഉള്ളൂ. മൊത്തം കടമെന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ അത്യാവശ്യം സമ്പാദിച്ച് വെച്ചിരുന്ന സാധനങ്ങളും, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിന് കല്യാണം കഴിപ്പിക്കാൻ വെച്ചിരുന്ന സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വയ്ക്കുക. പണയം വെച്ച് പലിശ കൂടുതലാകുമ്പോൾ നമ്മൾ അതെടുത്ത് വിൽക്കുക. അങ്ങനെയുള്ള പ്രോസസ്സിലൂടെയാണ് ഇതുവരെ പിടിച്ചിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ദൈനംദിനമായി ഇവിടെ ജോലി മുടങ്ങാതെ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നാണ്? എല്ലാവരുടെ അവസ്ഥയും ഇത് തന്നെയാണ്. വളരെയധികം ബുദ്ധിമുട്ടുള്ള, എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർ 100 രൂപ പോലും കടം ചോദിക്കുന്ന അവസ്ഥയാണ്. വന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലൊക്കെയാണ് ചില ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നത്. നമ്മൾ ഇങ്ങനെ ജോലി ആയിപ്പോയില്ല, ഇനി പെട്ടെന്ന് ഇതിനൊരു തീരുമാനമാകാതെ വേറെ ജോലിക്കോ എന്തിനും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പിള്ളേർ പഠിക്കുന്നിടത്തൊക്കെ ഫീസ് കാര്യങ്ങൾ പെൻഡിങ് ആണ്. ഇപ്പോൾ അങ്ങനെ വളരെ എല്ലാ ആൾക്കാർക്കും എല്ലാ രീതിയിലും പ്രശ്നത്തിലാണ്, ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോൾ ഈ ഉണ്ണി ചെയ്തതെന്ന് പറഞ്ഞാൽ ഉണ്ണിയെ ഞങ്ങൾക്ക് ഈ കുറ്റപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും പറ്റാത്തൊരവസ്ഥ ആയിരുന്നു. കാരണം പുള്ളിക്ക് ഇങ്ങനെ പറയായിരുന്നു ശമ്പളം കിട്ടിയില്ല. ഞാൻ ഫൈനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ന് കിട്ടും, ഇനി അടുത്ത ശമ്പളം ഒന്ന് കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഫണ്ടില്ല. ഫണ്ട് വരുമ്പോൾ എന്തായാലും ഈ അടുത്ത് തമിഴ്നാട്ടിൻ്റെ ഇത്തിരി ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറിൻ്റെ പൈസ വന്നപ്പോഴാണ് ഒരു 15 ദിവസത്തെ കാശ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഒരു 11 മാസത്തോളം ശമ്പളം ഇനി കമ്പനി കിട്ടാനുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ 2.5 കൊല്ലമായിട്ട് ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പഴയ ബാക്കിലേക്കുള്ള ശമ്പളം, അതായത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ സാലറി കൊടുത്ത് കഴിയുന്നുള്ളൂ. അത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിലെ ശമ്പളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊല്ലത്തെ 11 മാസം, ഡിസംബർ ആയല്ലോ, 12 മാസം ശമ്പളം ഇനി പെൻഡിങ് ആണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. ജോലിക്ക് വരാൻ പെട്രോൾ അടിക്കാൻ പോലും കാശില്ല. പിന്നെ ഈ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഓഫീസ് സ്റ്റാഫ് ആയതുകൊണ്ട് നമുക്ക് അവിടെയുള്ള ആൾക്കാരെല്ലാം കുറച്ച് പേര് ഡെപ്യൂട്ടേഷനിലേക്ക് പോയി. ആ ഡെപ്യൂട്ടേഷൻ പോയത് വരെ ഞങ്ങൾ 36 പേര് അപേക്ഷിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് വരെ പാർട്ടിക്കാർക്ക് സെലക്ട് ചെയ്ത് അവിടെ കൊടുത്തിരിക്കുന്നതാണ്. പോയിരിക്കുന്ന ആൾക്കാരെ അതിൽ വരെ പാർട്ടിയുടെ ലെറ്ററും അവർക്കുള്ളവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബാക്കിയുള്ളവരെ രക്ഷപ്പെടാൻ നമുക്ക് NOC വന്നു, നമ്മൾ അപ്ലൈ ചെയ്തു. പക്ഷേ
സെലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പാർട്ടിക്കാരൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇതര യൂണിയൻപ്പെട്ട ഒരാൾ മാത്രമേ ഡെപ്യൂട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അതും അവർ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പോലും രക്ഷപ്പെടാൻ സംഭവിക്കുന്നില്ല. ഇതിൽ ഈ ദൈനംദിന ചെലവുകൾക്കായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പൈസ കണ്ടെത്തുന്ന അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സമ്പാദികളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതിനൊന്നും പ്രശ്നമില്ല. ഇതുകൂടാണ്ട് നമുക്കെല്ലാം പേഴ്സണൽ ലോണുകളുണ്ട്. ബാങ്കിലും സൊസൈറ്റിയിലും മറ്റുമായിട്ട് പേഴ്സണൽ ലോണുകളുണ്ട്. PF നിന്നാണെങ്കിൽ പൈസ എടുക്കാമെന്ന് വിചാരിച്ചാൽ കഴിഞ്ഞ 33 മാസമായിട്ട് കമ്പനി PF 10 പൈസ അടയ്ക്കുന്നില്ല. എന്നാൽ നമ്മുടെ ശമ്പള സ്ലിപ്പ് തരുമ്പോൾ അതിൽ കട്ട് ചെയ്തായിട്ടാണ് കാണിക്കുന്നത്. ഇതുകൂടാതെ കമ്പനി സൊസൈറ്റിയാണ് ഞങ്ങളുടെ ഏക ആശ്രയം. ആ സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് ലോണുകൾ യഥാസമയം കിട്ടുമായിരുന്നു. എമർജൻസി ആയിട്ട് ലോണുകൾ എടുക്കാമായിരുന്നു. ഈ സൗകര്യമെല്ലാം ഉണ്ടെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് ആ പൈസ നമ്മുടെ നിന്ന് പിടിച്ചിട്ട് ആ പൈസ സൊസൈറ്റിക്കും കൊടുക്കുന്നില്ല. ഏതാണ്ട് 2.5 കോടിയോളം ബാധ്യത സൊസൈറ്റിക്ക് വരുത്തി വെച്ചേക്കുന്നത്. അതുകൊണ്ട് സൊസൈറ്റിയിൽ നിന്നും നമുക്ക് യാതൊരു സഹായവും കിട്ടാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ ലോണുകൾ നമുക്കുള്ള അഡ്വാൻസുകളൊന്നും ഇപ്പോൾ കമ്പനി തരുന്നില്ല. അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സാലറി അഡ്വാൻസ്, സ്കൂൾ അഡ്വാൻസ്, ഈ പറഞ്ഞ അഡ്വാൻസുകളെല്ലാം നമുക്കുള്ളതാണ്. അതൊന്നും ഇപ്പോൾ തരാത്തതും കൊണ്ട് ആണ് ആകെ ഇത്ര പ്രതിസന്ധിയിലായത്. വലിയ പ്രതിസന്ധിയിലേക്ക് ഓരോ ദിവസവും ചെന്ന് ചേരുകയാണ് ട്രാക്കോ കേബിൾ എന്ന് പറയുന്നത്. ജീവനക്കാരുടെ അവരുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് അവർക്ക് പറയാൻ പോലും ഒന്നുമില്ലാത്ത രീതിയിലേക്കൊപ്പം തന്നെ വരുന്നു. നമുക്കൊപ്പം മുൻ MLA-യും KPCC ഭാരവാഹിയും യൂണിയൻ നേതാവൊക്കെയായ VP സജീന്ദ്രൻ ചേരുന്നു. വലിയ പ്രതിസന്ധികളിലൂടെ സമാനതകളില്ലാതെയാണ് ട്രാക്കോ കേബിൾ ജീവനക്കാർ കടന്നു പോകുന്നത്. ഒരു ജീവനക്കാരൻ്റെ ആത്മഹത്യയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഒരു പ്രതിസന്ധിക്ക് അതിൻ്റെ ഒരു ആഴം വലുതാണ്. ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണോ മുന്നോട്ട് പോകുന്നത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, കഴിഞ്ഞ 2 വർഷക്കാലമായി ട്രാക്കോ കേബിൾ പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 വർഷക്കാലമായി നിരന്തരമായി ഇവിടുത്തെ യൂണിയനുകൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്തും ഗവൺമെൻറ്റിൻ്റെ അടുത്തും ഇതിനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ ഇവയെല്ലാം നടത്തി. ഓരോ ചർച്ചകൾ കഴിയുമ്പോഴും ഞങ്ങൾക്കൊരു പ്രതീക്ഷ നൽകും. പക്ഷേ ആ പ്രതീക്ഷ ഇതുവരെ ബലവത്തായില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ആയപ്പോൾ 1 വർഷമായി ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ട്. സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ശമ്പളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വിട്ട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് P. ഉണ്ണി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സഹപ്രവർത്തകൻ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. കാരണം അവരുടെ വീട്ടിലാകെയുള്ള ഒരു വരുമാനം അതായിരുന്നു. മൂത്ത മോള് UK-യിൽ പഠിക്കാൻ വിട്ടിരിക്കുന്നു, വിദ്യാഭ്യാസ ലോണെടുത്ത്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ട് ഇവിടുത്തെ സ്ഥിതി വന്നു ചേർന്നിരിക്കുക. പലരും ഇതേ സ്ഥിതിയിലാണ്. എന്നോട് തന്നെ യൂണിയൻ്റെ പ്രസിഡന്റ്, INUC-യുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പല ആളുകളും ഞങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് തമാശ രൂപേണയാണേലും പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ സീരിയസ് ആയിട്ടുള്ള അവരുടെ വിഷമത്തിൽ നിന്നുണ്ടായതാണ്. എന്തുകൊണ്ടാണ് ഈ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ തൊട്ടടുത്ത് കിടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഓഫീസ് 2 വളവ് കഴിഞ്ഞാൽ പുള്ളിയുടെ ഓഫീസാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തെക്കുറിച്ച് നന്നായി അറിയാം. സംസ്ഥാന സർക്കാരിന് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപ ലാഭവിഹിതം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ നിലനിർത്താൻ എന്തുകൊണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി അതിന് പരിശ്രമിക്കുന്നില്ല എന്നറിയാൻ ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഞങ്ങൾക്ക് വലിയ സംശയം ആ കാര്യത്തിലുണ്ട്. കാരണം ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ വില വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇതിലെ പല ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും കണ്ണുവയ്ക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത് പ്രതിസന്ധിയിലായതിനു ശേഷം ഇത് അടച്ചു പൂട്ടിയിട്ട് ഈ സ്ഥലം ഹാൻഡ് ഓവർ ചെയ്ത് ഇതിലെ കമ്മീഷൻ വാങ്ങുന്നതിനാണോ ഇതിൻ്റെ അകത്ത് മന്ത്രി അടക്കമുള്ള ആൾ കൂട്ടുനിൽക്കുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ ട്രാക്കോ കേബിളിനും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമൊക്കെ ഇതിനു മുമ്പും പ്രതിസന്ധി വന്നപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് സാമ്പത്തിക സഹായം കൊടുത്ത് അതിനെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹായം കൊടുത്ത് അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും കമ്പനിയിലെ ജീവനക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് സർക്കാർ വേണ്ട ലോൺ കൊടുത്താൽ ഈ കമ്പനി തുറന്നു പ്രവർത്തിക്കുകയും ലാഭത്തിലാക്കി മാറ്റുകയും ചെയ്യാൻ കഴിയും. പക്ഷേ ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കുന്നില്ല. ഇത് സംബന്ധിയായ കാര്യത്തിൽ മന്ത്രി പ്രതികരിച്ചത് എങ്ങനെയാണ്? കാരണം ഒരു കാര്യങ്ങൾ, ഒന്ന്, അദ്ദേഹത്തിൻ്റെ മരണകാരണം സാമ്പത്തിക പ്രതിസന്ധിയാണോ എന്ന് പരിശോധിക്കണം, ഒന്ന് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെയും സർക്കാരിന് സാധ്യമായതെല്ലാം നൽകുന്നു. 30 കോടി രൂപ ഇതിനകം ട്രാക്കോ കേബിളിനെ കൈമാറിയിരിക്കുന്നു. അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. PF നിന്ന് ലോൺ എടുക്കുന്നതിന് തടസ്സമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എത്രത്തോളം വാസ്തവമുണ്ടായിരുന്നു? അല്ല, മന്ത്രി അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അതിൽ വിശ്വാസമൊന്നുമില്ല. ഇപ്പോൾ P. ഉണ്ണിയുടെ മരണമൊന്നും ഞങ്ങൾ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. കാരണം അത് ശരിയല്ലെന്നറിയാം. പക്ഷേ രാവിലെ ട്രാക്കോ കേബിളിൻ്റെ ചെയർമാൻ വന്ന് പറഞ്ഞത് 1 വർഷമായി ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിൽ
ആത്മഹത്യ ചെയ്ത ഉണ്ണിയുടെ ഈ മരണത്തിൻ്റെ ഉത്തരവാദി മാനേജ്മെൻറ്റും ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനും ഏറ്റെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു. എല്ലാവർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം. മാധ്യമ സുഹൃത്തുക്കളെല്ലാം അവിടെ വന്നു നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. വേറൊരു വരുമാനം ആ കുടുംബത്തിന് കാര്യമായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു പരിധി വിട്ട് കഴിയുമ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമ്പോൾ ഇത് ആത്മഹത്യയിലേക്കൊക്കെ പോകും. ഇനിയും ആരും ആത്മഹത്യയിലേക്ക് ഇവിടുത്തെ ജീവനക്കാരെ തള്ളി വിടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമാണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഈ ട്രാക്കോ കേബിളിലെ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സർവ്വവിധ ചർച്ചകൾ നടത്തുന്നത്, അതിലൊരു ഫോർമുല എന്ന രീതിയിൽ ഉരുത്തിരിഞ്ഞത് ഇൻഫോ പാർക്കിന് ഈ സ്ഥലം കൈമാറുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും ചില തൊഴിലാളി സംഘടനകളും തൊഴിലാളികളും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അതും നീണ്ടുപോകുന്നു എന്ന രീതിയിലാണ്. അപ്പോൾ അത്തരം തടസ്സങ്ങൾ അവിടെ നിന്ന് തന്നെ ഉയരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പലർക്കും സംശയമുള്ള കാര്യം, ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. പക്ഷേ ഇൻഫോ പാർക്കിന് കൊടുത്തിട്ട് വീണ്ടും ആർക്കാണിത് സബ് കൊടുക്കാൻ പോകുന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. അവരാണിതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. ഈ സബ് കിട്ടാനിരിക്കുന്ന ആളുകൾക്ക് പൊതുവെ നോക്കുമ്പോൾ മന്ത്രി പൊതുമേഖലാ സ്ഥാപനത്തിന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം വാദിക്കുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നുമില്ല. പൊതുമേഖലാ സ്ഥാപനത്തിന് മാറുമ്പോൾ എന്തിനാണ് ഇത്ര ആശങ്കപ്പെടുന്നത്? പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത, ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ നിങ്ങൾ കണ്ടോ, ഇത് കൈമാറ്റം ചെയ്താൽ ഇൻഫോ പാർക്കിൻ്റെ കയ്യിൽ അധിക ദിവസം ഉണ്ടാകില്ല. ഇത് അവർ മറ്റാൾക്ക് കൈമാറും. നിസ്സാര വിലയ്ക്കായിരിക്കും ഇത് കൊടുക്കാൻ പോകുന്നത്. അത്ര കണ്ട് നിഷ്കളങ്കമല്ല ഈ കരാറെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തെല്ലാം ആസൂത്രിതമായി മന്ത്രി എന്തിനാണ് ഇത്ര തിരക്കിടുന്നത്? ഇതേപോലെ പ്രതിസന്ധിയിലാകുന്നുള്ള സ്ഥാപനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ടല്ലോ അവർക്കാവത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇരുമ്പനത്തെ മാത്രം ട്രാക്കോ കേബിളിനെ മാത്രം ഈ പട്ടികയിൽപ്പെടുത്തുന്നത്, അടച്ചുപൂട്ടാനുള്ള പട്ടികയിൽപ്പെടുത്തുന്നത്? അപ്പം അത് ഈ പ്രോപ്പർട്ടി കണ്ടുകൊണ്ടാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇരുമ്പനത്തെ ഒരു പബ്ലിക്കിനോട് ചോദിച്ചാലും CI2 അടക്കമുള്ള ഉന്നതരായ നേതാക്കളെ നിങ്ങൾ പേഴ്സണലി ചോദിച്ചാലും അവർ പറയും ഞങ്ങൾ ഇതിനോട് എതിർപ്പാണ്. ഇതിൽ P. രാജീവ് എന്ന് പറയുന്ന മന്ത്രിക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇത് അടച്ചുപൂട്ടി ഇത് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് താല്പര്യമുള്ളൂ. വ്യക്തമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ആക്ഷേപങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് പൊതുമേഖലയെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഒരു ബദൽ പദ്ധതി കൊണ്ടുവരുന്നതെന്നെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു. നമുക്കൊപ്പം യൂണിയൻ നേതാവ് കൂടിയായ VP ജോർജ് കൂടി ചേരുന്നു. ഇതിൽ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പാക്കേജ് കാര്യങ്ങളെല്ലാം തന്നെ പദ്ധതിയിലുണ്ട് എന്ന് മന്ത്രി അടക്കം പറയുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. അതിൽ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിസ്സഹരണം ഉണ്ടാകുന്നുണ്ടോ? അല്ല, ആദ്യം ഈ ചർച്ച നടന്ന സമയത്ത് വ്യവസായം ഇത് പുനരുദ്ധരിച്ച് നല്ല അതിൻ്റെ നിലവാരത്തിലേക്ക് വരണമെന്നാണ് എല്ലാ യൂണിയനുകളും ആവശ്യപ്പെട്ടത്. കമ്പനിയാണ് ഈ കാര്യത്തിലൊരു പാക്കേജ് ഉണ്ട് എന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്നു, ഗവൺമെൻറ്റും അവകാശപ്പെടുന്നു. പാക്കേജിൻ്റെ കാര്യമൊന്നും നമ്മൾ വ്യക്തതയോടുകൂടി അന്നൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഗവൺമെൻറ്റും വകുപ്പ് മന്ത്രിയും എന്തിനാ ഈ പാക്കേജിൻ്റെ കാര്യത്തിൽ വലിയൊരു താല്പര്യം എടുക്കുന്നത് ഞങ്ങൾക്കിപ്പോഴും സംശയമുണ്ട്. സാങ്കേതികമായി ഇൻഫോ പാർക്കിന് കൊടുത്തേക്കാം, അല്ലെങ്കിൽ കൊടുക്കാനുള്ള തയ്യാറെടുപ്പ്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ തൊഴിലാളികൾക്കും ആഗ്രഹമുണ്ട്. അത് വലിയ തരത്തിലൊരു അട്ടിമറി നടക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. അതൊക്കെ നമുക്ക് പൂർത്തീകരിക്കണം. പാക്കേജിൻ്റെ കാര്യത്തിൽ അവർ ഫലപ്രദമായൊരു നിർദ്ദേശം ഇങ്ങോട്ടൊന്നും ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം പുനഃസ്ഥാപിച്ച് വ്യവസായം നിലനിർത്തുക എന്നുള്ളതാണ്. എത്രയോ പ്രതിസന്ധി ട്രാക്കോ കേബിൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ഗവൺമെൻറ്റുള്ള കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. അന്ന് 30 കോടിയല്ല 100 ചില്ലാനും കോടി കൊടുത്താണ് ഒരവസരത്തിൽ ഇത് ബാങ്കുകളുടെ സപ്പോർട്ട് മേടിച്ച് ഇത് നന്നായി നടത്തിയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. 234 കോടി രൂപയുടെ നഷ്ടം ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് വളരെ പെട്ടെന്ന് സംഭവിച്ചതല്ല. അല്ലല്ല, വർഷങ്ങളോളമായിട്ടുള്ള ഇതുകൊണ്ട് സംഭവിച്ചതാണത്, അല്ലാതെ പെട്ടെന്ന് സംഭവിച്ചതല്ല. അതൊക്കെ ഈ കാര്യത്തിൽ അത് അത്രയും ഒരു ഡ്യൂസ് വന്നപ്പോൾ അത് പുനഃസ്ഥാപിക്കാനൊക്കെ ഉള്ള ഫലപ്രദമായ നടപടി മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ തൊഴിലാളികളുടെ പണിയെടുക്കാനല്ലേ പറ്റുള്ളൂ. 8 മണിക്കൂർ അവർ ജോലി ചെയ്യും. അത്ര നയപരമായ കാര്യങ്ങൾ ഗവൺമെൻറ്റും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ വകുപ്പ് മന്ത്രിയല്ലേ അതൊക്കെ ആലോചിക്കേണ്ടത്. ഇത് തൊഴിലാളികളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് ഇതൊക്കെ തൊഴിലാളികളാണ് എന്ന് പറയുന്നതിനോട് ഇവിടെയുള്ള ട്രേഡ് യൂണിയനുകൾ പോലും CI2 പോലും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നില്ലല്ലോ. അവരൊരു ഡെമോൺസ്ട്രേഷൻ പോലും നടത്തിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. ഭരണകക്ഷി ട്രേഡ് യൂണിയനല്ലേ. ന്യായീകരിക്കാൻ അവർക്ക് പോലും പറ്റാത്തത് കൊണ്ടാണ് അവർ നടത്താത്തത്. ഈ ഒറ്റവാക്കിൽ ഇതിൽ ഒരു ട്രാൻസ്പെറൻ്റ് അല്ല ഇപ്പോൾ ഈ ഇൻഫോ പാർക്കിന് വേണ്ടി ഏറ്റെടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് തൊഴിലാളികൾക്കെല്ലാം വലിയ ആശങ്കയുണ്ട്. കാരണം ഇൻഫോ പാർക്കിൻ്റെ പേരിൽ ഈ സ്ഥലം അടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് മന്ത്രിയുടെ ഉദ്ദേശം. അതിൻ്റെ അകത്ത് CI2കാരടക്കമുള്ളവർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് ചെയ്യേണ്ടത് സർക്കാർ മുൻകൈ എടുത്ത്
ഈ പഴയതുപോലെ ഈ സ്ഥാപനത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇവിടുത്തെ തൊഴിലാളികൾ ജീവനക്കാരും 100% എന്ത് വിട്ടുവീഴ്ച ചെയ്തും സഹകരിക്കാൻ തയ്യാറാണെന്ന് അവരെല്ലാം ആവർത്തിച്ചാണയിട്ട് പറയുകയാണ്. അതിൽ നിന്ന് എന്തുകൊണ്ട് ഗവൺമെൻറ് പിന്നോക്കം പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇത് KSRTCയെ പോലെ ദയാവധത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഇത് നഷ്ടത്തിലാക്കി അടച്ചുപൂട്ടി ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനിയും ഒരു തൊഴിലാളിയും ഒരു ജീവനക്കാരനും ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ 2 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അത് തുടരും. ഇവിടുത്തെ തൊഴിലാളികൾക്ക് നീതി ലഭിക്കും വരെ എന്നുള്ളതാണ് പറയാനുള്ളത്. ശക്തമായ സമരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഉണ്ണിയുടെ മരണം അത് വല്ലാത്ത ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ട്രാക്കോ കേബിളിന് വേണ്ടി നിലനിൽക്കുക ഇപ്പോൾ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന കരാറുകളുണ്ട്. അതിൽ പോലും വേണ്ടത്ര സുതാര്യതയില്ലെന്നും അവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിശദമായി അത് ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് നിലവിലെ ട്രാക്കോ കേബിളിലെ വിഷയങ്ങൾ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഞാനിവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത് ട്രാക്കോ കേബിളിലെ ഈ അടുത്തുണ്ടായ സംഭവങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ പ്രതിസന്ധിയും എല്ലാം തന്നെയാണ്. നമുക്കൊപ്പം ഇവിടുത്തെ തൊഴിലാളികൾ വീണ്ടും ചേരുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ സമരവും കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു. ഒപ്പം അവർക്ക് ലഭിക്കുന്ന നാമമാത്രമായ ഒരു വേതനം ആ രീതിയിലേക്ക് അവരത് വാങ്ങുന്നു. ഒപ്പം അവർ ഈ ജീവിത ചെലവുകൾ അത് കൊണ്ടുപോകുക എന്നത് കടം വാങ്ങിച്ച ഇവിടേക്ക് എത്തേണ്ട ഒരു അവസ്ഥയിലെല്ലാമാണ് ഈ തൊഴിലാളികൾ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് ട്രാക്കോ കേബിളിനെ നിലനിർത്താൻ വേണ്ടി സർക്കാർ വലിയ രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട്. ഏതാണ്ട് 30 കോടിയോളം രൂപ അതിൽ എല്ലാം തന്നെ ട്രാക്കോ കേബിളിന് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നൽകിയിട്ടുണ്ട്, തുടർച്ചയായിട്ട് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ളൊരു വാദങ്ങളും വരുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ മന്ത്രിയുടെ പ്രസ്താവനകളടക്കം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മന്ത്രി പറഞ്ഞ വാസ്തവവിരുദ്ധമാണ്. 30 കോടി രൂപ തന്നിരുന്നത് ഞങ്ങൾക്ക് 10 പൈസ തൊഴിലാളികളുടെ ശമ്പളമോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മിഷനറി ആയിട്ടാണ് ഇവിടെ വരുന്നത്. പുതിയ ആ മിഷൻ ഒരു ഷിഫ്റ്റ് പോലും ഫുൾ പ്രൊഡക്ഷൻ എടുത്തിട്ടില്ല. ആ തരം കമ്മീഷൻ മേടിച്ചുകൊണ്ട് മിഷനറി വരുത്തുക മാത്രമേ ചെയ്തത്. അല്ലാണ്ട് ഇവിടെ ഞങ്ങൾക്ക് തൊഴിലാളികളെ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടിയിട്ട് 3 കോടി രൂപ അടുത്തെങ്ങാണ്ട് അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം കണ്ടത് ഞങ്ങളുടെ അറിവിലുണ്ട്. അതിൽ 1.25 ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ മന്ത്രി പരസ്പര വിരുദ്ധ പച്ചക്കള്ളാണ് പറയുന്നത് 30 കോടി തന്നു എന്നുള്ളത്. അദ്ദേഹം ആകെ തന്ന 3 കോടി രൂപ കഴിഞ്ഞ മാസം നന്നായിട്ട് അതിൽ 1.25 കോടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ബാധ്യത ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പവർ ഫിനാൻസിൽ നിന്ന് 2020-21 കാലഘട്ടത്തിൽ 148 കോടിയുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ 108 കോടി രൂപ കടമെടുത്തു. 108 കോടി രൂപ കടമെടുത്തതിൽ അതിൽ ആകെ ചെലവാക്കിയിരിക്കുന്ന ഉൽപ്പാദനത്തിനായിട്ട് ചെലവാക്കിയിരിക്കുന്നത് 40 കോടി രൂപ മാത്രമാണ്. ആ ബാക്കിയുള്ള 68 കോടി 70 കോടി രൂപയോളം യാതൊരുവിധ കണക്കുമില്ല. യൂണിയനുകളെല്ലാം ആവശ്യപ്പെട്ടിട്ടും അവർക്ക് ആ കണക്ക് ബോധിപ്പിക്കാൻ അത് എന്താണ് ഇതുവരെ ബോധിപ്പിച്ചിട്ടില്ല. ഇത്രയും കാലങ്ങളായിട്ട് ആ കണക്കുകൾ ആ പൈസ എവിടെ പോയെന്ന് ഇതുവരെ ബോധിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അന്നിരുന്ന ഫൈനാൻസ് മാനേജർ CFO ആയിട്ടിരുന്ന ആള് സ്വന്തമായിട്ട് രാജിവെച്ച് അയാൾ ഇറങ്ങിപ്പോയി. അയാൾ കാശുണ്ടാക്കി അയാളുടെ പാട്ടിന് പോയി. ഇതൊന്നും ചോദ്യം ചെയ്യാനോ പിടിക്കാനൊന്നും ആളില്ല. ഒന്നും ഇടപെടുന്നില്ല, യാതൊരു നടപടികളും ഇല്ല. അതിനുശേഷം 70 കോടിയുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ 98 കോടിയുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ 70 കോടി രൂപ വീണ്ടും പവർ ഫൈനാൻസിൽ നിന്ന് എടുത്തു. അതിൽ 40 കോടി രൂപ മാത്രമാണ് കമ്പനിയിൽ ഉൽപ്പാദനത്തിനായിട്ട് ചെലവാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള പൈസയുടെ കണക്കുമില്ല. ഇത് എല്ലാ യൂണിയനുകളും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവർ ഇതുവരെ അതിൻ്റെ കണക്കുള്ള കാര്യങ്ങളൊന്നും ബോധിപ്പിച്ചിട്ടില്ല. അതൊക്കെ എവിടെ പോയി എന്ന് എന്തായെന്നൊന്നും അറിയത്തില്ല. ഓരോ സമയത്ത് ഇങ്ങനെ എന്നിട്ട് ഈ തൊഴിലാളികളുടെ പുറത്തേക്ക് ഈ തൊഴിലാളികൾ ആണ് അതിൻ്റെ നഷ്ടം വരുത്തി എന്നുള്ള ഇതിലേക്ക് തൊഴിലാളികൾ ആ രീതിയിൽ മാനേജ്മെൻറ്റ് തന്നെയാണ് ഇത്രയും കോടികൾ നഷ്ടം വരാനുള്ള കാരണം. ഇവിടെയുള്ള തൊഴിലാളികളെന്ന് വെച്ചാൽ ഏത് സമയം, അതായത് വരുന്ന എന്ത് മെറ്റീരിയൽ വന്നാലും അത്രയും പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ എടുത്ത് മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് ഈ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണ്. നമ്മൾ ഒട്ടും ഡിലേ ആക്കാറില്ല. എല്ലാം മെറ്റീരിയൽ വന്നാൽ അപ്പോൾ തന്നെ ഏകദേശം ഉടൻ തന്നെ അത് പ്രൊഡക്ഷൻ എടുത്ത് തീർക്കുന്ന ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രത്യേകത ഇതാണ്. ഗവൺമെൻറ് സ്റ്റാഫ് ഇതാണെങ്കിൽ പോലും ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രത്യേകതയാണത്. അതായത് ഈ രീതിയിലാണ്, അതായത് ഇത്രയും കോടികൾ കടമെടുത്തിട്ട് അതിന് യാതൊരുവിധ കണക്കുകളും ഇതുവരെ ബോധിപ്പിച്ചിട്ടില്ല. ക്യാപിറ്റൽ ഫണ്ടായിട്ട് കമ്പനിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ കമ്പനി നിലനിന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ക്യാപിറ്റൽ ഫണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ കഴിഞ്ഞ ആകെ കിട്ടിയേക്കുന്ന 3 കോടി രൂപ അനുവദിച്ചു. അതിൽ 1.25 കോടി മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ആകെ കിട്ടിയിരിക്കുന്ന അവസ്ഥ ഇതാണ്.
മന്ത്രി ധനസഹായം 30 കോടി രൂപയുടെ ധനസഹായം ഉണ്ടായെന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത്. മെഷീനറി ഐറ്റംസിലും കാര്യങ്ങളിലുമായിരുന്നു അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത് എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും 3 ഇടങ്ങളിലാണ് സംസ്ഥാനത്തെ ട്രാക്കോ കേബിൾ പ്രവർത്തിക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ ഉള്ള ഇരുമ്പനം, കാക്കനാട് ഇരുമ്പനത്തുള്ള 35 ഏക്കറോളം വരുന്ന വലിയ വിശാലതയിലുള്ള ഒരു ഭാഗത്താണ് ഈ ട്രാക്കോ കേബിൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന് കണ്ണൂർ പിണറായിയിലാണ്. അതോടൊപ്പം തിരുവല്ലയിലും ഒരു യൂണിറ്റ് ഉണ്ട്. ഇതിൽ മറ്റ് പൊതുവിലെടുക്കുമ്പോൾ തന്നെ ട്രാക്കോ കേബിൾ നഷ്ടത്തിൽ എന്ന് പറയുന്നു. പിണറായിൽ മാത്രമാണ് പിന്നീടും കുറേ ഓർഡറുകൾ ലഭിച്ചിട്ടുള്ളത് എന്നതാണ് കൂട്ടിച്ചേർക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു വലിയ വിശാലമായ ഒരു ഇടമുള്ളത് 35 ഏക്കറുള്ളത് തൊട്ടപ്പുറത്തുള്ള ഇൻഫോ പാർക്കിനോട് ഇവിടെ നിന്ന് കാണാൻ കഴിയാവുന്ന ദൂരത്തുള്ള ഇൻഫോ പാർക്കിനോട് ചേർന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വികസന സാധ്യതകളിലേക്ക് കൊണ്ടുവരിക, നിലവിൽ ഈ സ്ഥലം ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നെല്ലാമാണ് സർക്കാർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിന് തൊഴിലാളികൾ അതിൻ്റെ രീതിയിൽ അതിൽ പറയുന്നുണ്ട്. അതിൽ അത്ര കണ്ട നിഷ്കളങ്കമല്ല, അത്ര ഇടപെടൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കുണ്ടാകുന്ന പിന്നീടുള്ള വിരമിക്കൽ പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് തൊഴിലാളികളുടെ ഒരു മനോഭാവം എന്താണ് അതിലേക്ക്? ഇല്ല, ഞങ്ങൾ പറയുന്നത് മിനിസ്റ്റർ ഇപ്പോൾ ഓഗസ്റ്റ് 7-ാം തീയതി നടന്ന ചർച്ചയിൽ ഞങ്ങളടുത്ത് പറഞ്ഞത് ഇത് സ്ഥലം നമുക്കിപ്പോൾ 283 കോടി രൂപയാണ്, 260 മേളിൽ കോടി രൂപയോളം നഷ്ടമാണ്. അപ്പോൾ ഇതിന് നമ്മൾ മേക്കപ്പ് ചെയ്ത് പോകുക എന്ന് വെച്ചാൽ മറ്റൊരു പൊതുമേഖല സമയത്ത് കൈമാറിയാലേ പറ്റുള്ളൂ. ഞങ്ങൾ പറഞ്ഞ സാറേ അല്ലാണ്ട് തന്നെ ഇത് പോകാം. കാരണം വെച്ചാൽ ഒരു വർക്കിംഗ് ക്യാപ്പിൽ ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ് 30 കോടി രൂപ വർക്കിംഗ് ക്യാപ്പിൽ തന്നെന്ന് പറയും. ശരിയാണ്, ഞങ്ങളെ സമ്മതിക്കുന്നു, 30 കോടി തന്നു. പക്ഷേ തന്ന എന്തിനാ? പ്രൊജക്റ്റ് വർക്കിന്. ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ ചെയ്ത മെഷീൻ അതൊന്ന് റിവാലുഷൻ ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സംഭവം നടക്കാണ്ട് ഒരു പുതിയ മെഷീൻ, അതായത് ഒരു തുരുമ്പെടുത്ത മെഷീൻസാണ് കൊണ്ടുവന്ന് വെച്ചേക്കുള്ള. അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഇത് ആരെങ്കിലും ഒരു ഓഡിറ്റിംഗ് നടത്തി എന്തൊക്കെയാണ് ഈ മെഷീൻ്റെ എമൗണ്ടോ പല സമയത്ത് പല ഞങ്ങളുടെ റേഡിയോ നേതാക്കന്മാരും ഈ മെഷീൻ മേടിക്കുമ്പോൾ ഇവിടെ ഓപ്പറേറ്റർമാരും മിടുക്കരായ ഓപ്പറേറ്ററുണ്ട്, അവർക്ക് കാര്യങ്ങളറിയാം. അവരുടെ കൂടി നിങ്ങളത് എടുത്തുകൊണ്ട് പോകണം, മുന്നോട്ട് പോകണമെന്നുകൊണ്ട് അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവർക്ക് ഇഷ്ടമായ രീതിയിൽ ചില സ്ഥലത്ത് നിന്ന് പർച്ചേസ് നടത്തുന്നു. മിനിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് നോക്കാൻ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഒരു ഇത് ചെയ്യാനുള്ള ഒരു മാനേജ്മെൻറ്റ് ഇവിടെ ഇല്ല, മിസ്മാനേജ്മെൻറ്റാണ്. അത് എങ്ങനെയൊക്കെ ഇത് പ്രൊഡക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ട് വരും എന്നെ അവർക്കൊന്നും അതിനെക്കുറിച്ച് യാതൊരു ഗാഹില്ലാത്തൊരു മാനേജ്മെൻറ്റാണ്. സത്യത്തിൽ 30 കോടി തന്നവർ ശരിയല്ല, പക്ഷെ അത് വേണ്ടതിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ നമുക്കൊരു പ്രൊജക്റ്റ് വർക്കായിട്ട് ഇടുമ്പോൾ പ്രൊജക്റ്റ് വർക്ക് കാണിക്കണം. ആ സമയത്ത് ഒരു വർക്കിംഗ് ക്യാപിറ്റലാണെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലോട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമുക്ക് 150 കോടി ഓർഡർ കിട്ടി. ഈ ഓർഡർ നമ്മൾ പവർ ഫിനാൻസ് കോർപ്പറേഷനിലോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്യാഷ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓർഡറിൽ തന്നെ ആ ഓർഡർ കിട്ടിയപ്പോൾ നമ്മൾ സന്തോഷിച്ചു. കാരണം വെച്ചാൽ ഇത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ കൊണ്ട് വെച്ചാൽ നമുക്ക് ഓർഡർ കിട്ടും. പക്ഷേ ആ പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ നമ്മൾ കടമായിട്ട് 150 കോടി രൂപ അടക്കാനുള്ള സിറ്റുവേഷനിൽ അവിടെ തരില്ല. ഇപ്പം തന്നെ നമ്മൾ പ്രകൃതി വയർ അങ്ങനെ 2-3 വയർ NCAT കേസ് കൊടുത്തേക്കണേ, അവർക്ക് എമൗണ്ട് കിട്ടണം. പവർ ഫിനാൻസ് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് 98 കോടി രൂപ അവർക്ക് കിട്ടണം. അപ്പോൾ ഇനി ഒരു സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന മിനിസ്റ്റർ പറയുന്നത് നിങ്ങൾ ഈ സ്ഥലം കൊടുക്കാനുള്ള സമയം ഞങ്ങൾ പറഞ്ഞ് ആ സ്ഥലം കൊടുക്കാൻ ആദ്യം ചർച്ച സ്ഥലം കൊടുക്കില്ല, ഈ കമ്പനിയുടെ പ്രവർത്തനം ഉൽപ്പാദിപ്പിക്കുക. കമ്പനിക്ക് നമുക്ക് KCB ആയിട്ട് ടൈപ്പ് ഉണ്ടാക്കാം. അത് KCBക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. മെറ്റീരിയൽസ് എടുത്ത് തന്നാൽ മതി KCB. അങ്ങനെയും ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ മറ്റേ എലക്ട്രിസിറ്റി മിനിസ്റ്ററായിട്ട് ഞങ്ങൾ ചർച്ച കൊടുത്തു. എലക്ട്രിസിറ്റി മിനിസ്റ്ററായിട്ട് ചർച്ച എടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ തമ്മിൽ ക്രോണീകരിച്ച് പോകണമെങ്കിൽ കൃത്യമായിട്ട് ഇത് പ്രൊഡക്ഷൻ നടത്താം. നമുക്ക് ഒരു പൊതുമേഖല സ്ഥാപനം നമ്മൾ മുന്നോട്ട് പോകുക. കാരണം വെച്ചാൽ 10-32 വർഷം വർക്ക് ചെയ്യും. ഞാൻ പോയാൽ എൻ്റെ തലമുറയോട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെല്ലാ തൊഴിലാളികളും. പക്ഷേ പാക്കേജ് ചിലപ്പോൾ ഗുണം കിട്ടേക്കും. പക്ഷേ അതൊന്നും അല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾക്ക് കമ്പനിയിലെടുത്തുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇത്. ട്രാക്കോ കേബിളിനെ രക്ഷിക്കാൻ പല രീതിയിലുള്ള ചർച്ചകൾ തുടക്കത്തിൽ നടന്നതാണ്. പ്രത്യേകിച്ച് KSEBയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണഭോക്താവ് ആകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ തന്നെയായ ഒരിടമാണ് KSEB എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായ ഒരു കേബിളുകളുടെ സപ്ലൈ അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും കൂടുതൽ ഇടപെടലുകൾ ആ ഭാഗത്തു നിന്നുണ്ടായാൽ അത് നിലനിന്ന് പോകാൻ കഴിയുമെന്ന് തൊഴിലാളികൾ പറയുകയും ചെയ്യുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് KSEBയുമായുള്ള ഒരു കരാറും കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു. പക്ഷെ അത് വേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന് പറയുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു വാസ്തവം? ശരിയായ രീതിയിൽ മാനേജ്മെൻറ്റോ സർക്കാരോ ഇതിനെ അപഗ്രഥിച്ച് ഇതിൽ ഒരു കൃത്യമായ തീരുമാനത്തിലെത്തുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് നമ്മുടെ ഹൗസ് ഫയറിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ ഏതാണ്ട് പിണറായി യൂണിറ്റിൽ നിന്ന് 3 കോടി മാക്സിമം 3 കോടി രൂപയുടെ പ്രൊഡക്റ്റാണ് ഒരു മാസം ഔട്ട്പുട്ട് ലഭിക്കുന്നത്.
ശരിക്കും തിരുവല്ല ഇരുമ്പനം യൂണിറ്റുകളിൽ കൂടി വളരെ ചെറിയ മുതൽ മുടക്കിൽ അത്യാവശ്യം മെഷീനറികൾ ഇവിടെ ഉണ്ട്. അവർ ചെറിയ ഭേദഗതികൾ വരുത്തിയാൽ തന്നെ ഈ 3 യൂണിറ്റുകളിൽ കൂടി ഒരു മിനിമം 10 കോടി രൂപയുടെ ഹൗസ് ഫെയർ നമ്മുടെ മാർക്കറ്റിലേക്ക് പ്രൊഡക്ഷൻ എടുക്കുവാനും അത് ഈസിയായി വിപണനം നടത്തുവാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എറണാകുളം ജില്ലയുടെ തന്നെ ഹൗസ് ഫെയറിൻ്റെ വിഹിതം എടുത്തു നോക്കിയാൽ മൊത്തത്തിലുള്ള കമ്പനികളുടെ ഏതാണ്ട് 20 കോടി രൂപയോളം ഹൗസ് ഫെയർ ഒരു മാസം വിറ്റ് പോകുന്നുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ കേരളം മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ ട്രാക്കോ കേബിൾ കമ്പനിയുടെ 10, 15, 20 കോടി രൂപയുടെ ഹൗസ് ഫെയർ വിറ്റഴിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഈ തലശ്ശേരി യൂണിറ്റിൽ എടുക്കുന്ന ഹൗസ് ഫെയർ യൂണിറ്റ് ചെറുതാണെങ്കിലും ലാഭത്തിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 യൂണിറ്റുകളിൽ കൂടിയും ഹൗസ് ഫെയർ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഈ കമ്പനിയിൽ ശമ്പളം കൊടുക്കുവാനും മറ്റുമുള്ള സാമ്പത്തികം അതിൽ നിന്ന് മാത്രം ലഭ്യമാക്കാവുന്നതാണ്. അതുകൂടാതെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓർഡറുകളും മറ്റ് അന്തർ സംസ്ഥാന ഓർഡറുകളും എല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശരിയായി പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ ടൈം MD-യെ വെച്ചുകൊണ്ട് അത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇനിയും കമ്പനിക്ക് തിരിച്ചു വരുവാൻ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരിക്കലും സംശയത്തിന് അവകാശമില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ PF-ൽ നിന്നടക്കം ലോൺ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? PF-ന്റെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ ഇരുമ്പന യൂണിറ്റിൻ്റെ വർക്ക് ചെയ്യണമാണ്. PF-ൽ ഇവിടെ ഈ പ്രതിസന്ധി വന്നപ്പോഴും അതിനു മുമ്പുമായിട്ട് ആൾക്കാർ മക്കളെ കെട്ടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന പൈസയെല്ലാം എടുത്ത് തീർന്നിട്ടുള്ളതാണ്. ഏതാണ്ട് 90% പേരും ഇവിടുന്ന് ലോൺ എടുക്കാത്തവരില്ല. ലോൺ എടുത്ത് തീർന്നു. അതിനുശേഷം ഇപ്പോൾ 35 മാസത്തോളമായിട്ട് PF അടയ്ക്കുന്നില്ല. PF അടച്ചിരുന്നത് തന്നെ 12% അടച്ചിരുന്നത് അത് സന്തോഷ് കോശി എന്ന് പറയുന്ന മാനേജിംഗ് ഡയറക്ടർ വന്നിട്ട് അതില്ലാതാക്കി വെട്ടിക്കുറച്ച് 1800 രൂപ മാത്രം മാസം അടയ്ക്കുന്ന രീതിയിലേക്ക് കുറച്ചു. അതിലൂടെ PF-ലേക്കുള്ള വരുമാനം നിലച്ചു. എന്നാൽ PF-ന് അർഹമായ തുക നമ്മളെല്ലാം ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതായിട്ടാണ് ശമ്പള റെസിപ്റ്റ് തരുന്നത്. ഈ റെസിപ്റ്റ് തരികയല്ലാതെ ഈ പൈസയൊന്നും PF-ലേക്ക് അടയ്ക്കുന്നില്ല. അതാണ് പ്രധാനമായിട്ട്. എന്നിട്ട് മന്ത്രി പറയുന്നത് PF-ന് ഉണ്ടെങ്കിൽ PF-ലൊന്നും 5 പൈസയില്ല. എൻ്റെയൊക്കെ PF എടുത്ത് പോയിക്കഴിഞ്ഞാൽ 4000 രൂപയ്ക്ക് മേളിലുണ്ടാവില്ല. അതൊന്നും കൊണ്ടൊന്നും നടക്കില്ല. അതേപോലത്തെ അവസ്ഥയാണ് ഇവിടെ നല്ല 90% ആൾക്കാരുടെയും. ഇനി ഒരു ഉണ്ണി ഉണ്ടാകരുതെന്ന് തന്നെയാണ് എല്ലാവരെയും. തീർച്ചയായിട്ടും. ഇപ്പോൾ മന്ത്രി പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് വേറെ ഈ ശമ്പളത്തിൻ്റെ വേറെ എവിടുന്നേലൊക്കെ സാമ്പത്തികമായിട്ട് ഈ കമ്പനിയുടെ സാലറി സർട്ടിഫിക്കറ്റ് ആയിട്ട് എവിടെ പോയാലും ഏതൊരു ബാങ്കിലും 10 പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. മന്ത്രി ഇങ്ങനെ വല്ല വർത്തമാനങ്ങളും വല്ല ഇതിൽ സംസാരിച്ച് പോകാമെന്നല്ലാതെ നമ്മൾ ഇപ്പോൾ മന്ത്രി ആയാലും ഈ ശമ്പളമില്ലാതെ എങ്ങനെ ജീവിക്കും തൊഴിലാളികൾ എന്നുള്ള ഇതിനെക്കുറിച്ച് യാതൊരുവിധ ആൻസറും മന്ത്രിക്കുമില്ല. തൊഴിലാളി ഇത്ര 11 വർഷമായിട്ട് സാലറി കിട്ടാത്ത തൊഴിലാളി എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ മന്ത്രിയോട് ചോദിക്കണം. ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ അവശേഷിക്കുന്നത്. കാരണം കടുത്ത പ്രതിസന്ധിയിലായി കഴിഞ്ഞ 15 മാസമായി ശമ്പളം വേണ്ടത്ര ശമ്പളം പോലും ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ പോകുമ്പോൾ നാമമാത്രമായ രീതിയിൽ ചില സമാശ്വാസങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അത് ഏതാണ്ട് തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. അപ്പോഴും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ ഉണ്ണിമാർ ഇനി ഉണ്ടാകല്ലേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ട്രാക്കോ കേബിളിൻ്റെ വിഷയത്തിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് തൊഴിലാളി സംഘടനകൾ ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായും CITU ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അവരുടെയും മാനസിക പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന അവകാശവും ഇവർക്കുണ്ട്. ഈ വിഷയങ്ങൾ കഴിവതും വേഗം പരിഹരിച്ചില്ലെങ്കിൽ നാൾക്കുനാൾ ട്രാക്കോ കേബിളിൻ്റെ പ്രതിസന്ധി രൂക്ഷമാകും. ആർക്കും കൈപിടിച്ചുയർത്താൻ കഴിയാത്ത ആഴത്തിലേക്ക് അത് താഴ്ന്നു പോകും. അതിന് പാക്കേജുകളേക്കാൾ അപ്പുറം ട്രാക്കോ കേബിളിനെ നിലനിർത്താൻ ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് തൊഴിലാളികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാം എന്ന ഈ അധ്യായത്തിലെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.